കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിനത്തിൽ നമ്മളെ ഓരോരുത്തരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. നമ്മുടെ എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും തകർച്ചകളെയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ കരങ്ങളിൽ, സർവശക്തിയുള്ള വലിയ കരത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ചൂടേറിയ മരുയാത്രയിൽ ഏറ്റെടുക്കണേ കർത്താവ്. ദാഹത്താൽ നാവു വരളുമ്പോൾ ഏറ്റെടുക്കണമേ. ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെൻ ആത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെൻ ആത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരൽ ചെടിയിൻ കീഴിലും മക്കളെ അനുഗ്രഹിക്കണം. സാന്നിധ്യമറിയും നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ കർത്താവേ, ഈ ദിനത്തിൽ അങ്ങയുടെ മഹത്വമേറിയ കരം അങ്ങയുടെ മക്കളുടെ മേൽ നീട്ടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ആശ്വാസത്തിൻ്റെ കൃപയുടെ ഒരു വലിയ വചനമാണ് സങ്കീർത്തനം 69, 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴ്ന്നു, ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ജലം എൻ്റെ മേൽ കവിഞ്ഞു ഒഴുകുന്നു. കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു, എൻ്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ? കർത്താവേ, എൻ്റെ പോഷത്വം അവിടുന്ന് അറിയുന്നു. എൻ്റെ തെറ്റുകൾ അങ്ങയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. സൈന്യങ്ങൾ ദൈവമായ കർത്താവേ, അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാനിടയാക്കരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ. അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ പതിച്ചു. ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി. അതും എനിക്ക് നിന്ദനത്തിൻ്റെ കാരണമായി. ഞാൻ ചാക്കുടുത്തു, അതുമൂലം ഞാൻ അവർക്ക് പഴമൊഴിയായി. നഗര കവാടത്തെങ്കിലിരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി. മദ്യവർ എന്നെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമിടണമേ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തോരു ജീവനുള്ള വചനം നാം കേട്ടതിപ്പോൾ. നമ്മുടെ വേദന നമുക്കിപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തൻ കരഞ്ഞു പ്രാർത്ഥിക്കുക. തൻ്റെ തകർച്ചയുടെ വേദനയുടെ നടുവിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ശരിക്കും ഇന്നത്തെ ഈ വചനത്തിൻ്റെ ലക്ഷ്യം ഇതാണ്. നമ്മുടെ വേദനയുടെ നാളുകളിൽ പരസ്പരം പരാതി പറയാതെ, പരസ്പരം കുറ്റപ്പെടുത്താതെ, വഴക്കുണ്ടാക്കാതെ, ബഹളം വെക്കാതെ, അസ്വസ്ഥരാകാതെ, നിരാശയിലോട്ട് പോകാതെ, പരാജയ ഭീതിയിലോട്ട് പോകാതെ, എല്ലാം തീർന്നു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല, എൻ്റെ ജീവിതം തളർന്നു എന്ന് പറഞ്ഞ് നിരാശയുടെ കുഴിയോട്ട് പോകാതെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ദൈവത്തെ വിളിക്കാം. ജീവിക്കുന്ന ദൈവത്തെ വിളിക്കാൻ നമുക്ക് പഠിക്കാം. കർത്താവിനെ വിളിച്ചാൽ മതി, ഉത്തരം കിട്ടും. അവിടെ നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരും. അതാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനത്തിൽ നമുക്കറിയാൻ പറ്റും.
വലിയൊരു വചനമാണ്. കുഷ്ഠരോഗി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ്റെ വേദന, അവനത്തെ അരിശത്തോടെ, ദേഷ്യത്തോടെയും ഭയത്തോടെ, ഉത്കണ്ഠയോടെ എല്ലാം കൊണ്ട് കർത്താവിൻ്റെ സന്നിധി തുറന്നങ്ങ് പറയുക, തമ്പുരാനെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മളും ചെയ്യേണ്ടത് അത് തന്നെയാണ്. തുറന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ അവസ്ഥ ഇതാ, ഞാൻ തകർന്നു പോയി, എൻ്റെ കുടുംബം തകർന്നു, എൻ്റെ മക്കൾ തകർന്നു, എൻ്റെ ജീവിതം തകർന്നു, എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടവനാ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥന ദൈവമേ നീ കേൾക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന പോലെ, ദൈവമേ എന്നെ രക്ഷിക്കണേ. വേറെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ ബുദ്ധിമാന്മാർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. കഴിവുള്ളവരുണ്ട്, പറ്റിയല്ല, എല്ലാവരും നമുക്കുണ്ടെന്ന് പറയും, പക്ഷെ ആരും സഹായിക്കാനില്ല. നമുക്ക് ആവശ്യമുള്ളത് തരാൻ, നമ്മുടെ മനസ്സിന് വേണ്ടത്, ജീവിതത്തിന് വേണ്ടത് ഇവർക്കാർക്കും ആവില്ല. പ്രതീക്ഷിക്കുന്ന പലതും നമുക്ക് കിട്ടാറില്ല. ഈ തലമുറയുടെ പ്രത്യേകത, പലരുടെ അടുത്ത് പോയിട്ട് നമ്മൾ കെഞ്ചും, സ്നേഹം താ, എനിക്ക് അനുഗ്രഹം താ, എന്നെ ഒന്ന് മനസ്സിലാക്ക്, എൻ്റെ വേദന ഒന്ന് മനസ്സിലാക്കുക, എൻ്റെ കണ്ണുനീര്, പക്ഷെ കിട്ടില്ല. പക്ഷെ നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ളവർ ഒരുവൻ മാത്രം, യേശു ക്രിസ്തു മാത്രം. അവനെ വിളിക്കണം, നമ്മൾ മനസ്സ് തുറന്ന് വിളിക്കണം, കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. എളിമയോടെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. വീണ്ടും വചനം പറയുക, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. അതവൻ താന്നു പോവുക, ജീവിതം താന്നു പോവുക, അടിക്കടി അതപ്പതിക്കുക, കുടുംബ അടിക്കടി അതപ്പതിക്കുക. എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, വിദ്യാഭ്യാസം, പക്ഷേ താന്നു പോവുക, വീണു പോവുക. ഈ സമയത്ത് മനുഷ്യനെ വിളിച്ചിട്ട് ദൈവമേ എന്ന് വിളിക്കുക. പത്രോസ് നമുക്കറിയാം, ജലത്തിൽ താണുപോയപ്പോൾ കർത്താവേ ഗുരുവേ എന്നെ രക്ഷിക്കണേ നാം വിളിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവന് കൈ നീട്ടി കൊടുത്തില്ലേ? എന്തുകൊണ്ട് എനിക്കിത് വിശ്വസിച്ചുകൂടാ? നിനക്കിത് വിശ്വസിച്ചുകൂടാ? നീ കർത്താവിനെ വിളിക്ക്. ഈ പ്രശ്നഘട്ടത്തിൽ നാട്ടുകാരെല്ലാം വിളിക്കേണ്ടത്, ദൈവമേ എന്ന് വിളിക്കുക. തമ്പുരാൻ ഒരു വഴി കാണിച്ചു തരുമെന്നേ, തമ്പുരാൻ നിനക്കൊരു പ്രകാശം തരും, കർത്താവ് നിനക്ക് വഴി തെളിച്ചിരുന്നു. നീ അത് വിശ്വസിക്കുക. എളിമയോടെ നീ ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ നിലവിളി നീ കേൾക്കണം, എൻ്റെ അവസ്ഥയും ഞാൻ താന്നു പോവുക, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, സ്നേഹമില്ല. ചില ജീവിതങ്ങളുണ്ട് കണ്ണീർ കയത്തിൽ കഴിയുന്ന ജീവിതങ്ങൾ, കണ്ണീർ കണക്കണം. ചില പറയാറുണ്ട്, എൻ്റെ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ സങ്കടം മാത്രമേ ഉള്ളൂ, കഷ്ടത മാത്രമേ ഉള്ളൂ, ദുരിതം മാത്രമേ ഉള്ളൂ, എന്താ ഇത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. ചില കുടുംബജീവിതങ്ങൾ പറയും, വിവാഹം കഴിച്ച അന്ന് മുതൽ ഇന്ന് വരെ കണ്ണുനീരാ, കല്യാണം തുടങ്ങിയ ചതിയാ, വഞ്ചനയിൽ ആരംഭിച്ചതാ, ഒറ്റപ്പെട്ട ജീവിതമാണ്. ചില ഭർത്താക്കന്മാർ പറയും, എൻ്റെ അച്ചോ അവളെ കല്യാണം കഴിച്ച അന്ന് മുതൽ എൻ്റെ ജീവിതം തീർന്നു, എനിക്ക് കണ്ണുനീരാ, എനിക്ക് ജീവിതം തകർന്നുപോയി. ചില ഭാര്യമാർ പറയും, അച്ചോ ജീവിതം തീർന്നു, ഈ മനുഷ്യൻ കുടിയനാ, ഈ മനുഷ്യന് വഴിവിട്ട ബന്ധങ്ങളുണ്ട്, ഈ മനുഷ്യൻ ശരിയല്ല, ഈ മനുഷ്യന് കൂടെ ജീവിക്കുന്ന ഭേദം ആത്മഹത്യ ചെയ്തേക്കാൻ 100 വട്ടം ചിന്തിച്ചു, പക്ഷെ ഭയവാ, പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കരഞ്ഞു കഴിയുന്ന ഒരുപാട് ജീവിതങ്ങൾ. ഈ കാലഘട്ടത്തിൽ രോഗം കൂടുതലാണ്. എപ്പോഴാണ് രോഗം കൂടുന്നത്? മനസ്സ് തകരുമ്പോഴാ രോഗങ്ങൾ കൂടുകയാണ്. കുടുംബത്തിൽ രോഗമാണ്, എങ്ങോട്ട് ഇറങ്ങിയാലും പ്രശ്നമാണ്, ഒന്നും ശരിയാവുന്നില്ല, തടസ്സമാണ്, മുഴുവൻ തടസ്സമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വേദനയുടെ സമയത്ത് ഇങ്ങനെ വിളിക്കണം, ദൈവമേ രക്ഷിക്കണം. ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്. ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു പ്രാർത്ഥന, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ. ഈ കണ്ണുനീരിൻ്റെ സമയത്ത് വാവിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. വീണ്ടും കൊണ്ട് വചനം, കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുക, ചെളിയിൽ താഴുക. അതാണ് പാപത്തിൽ താഴുക ജീവിതം. ഒരുപാട് ജീവിതം പാപത്തിൽ ചാന്നു പോവുക, ചില തടക്കദോഷങ്ങൾ വേട്ടയാടുക. വലിയ വചനം അത്. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താണുപോകുക, പാപത്തിൽ താണുപോകും ജീവിതം. ചില ജീവിതങ്ങൾ പാപത്തോട്ട് പോവുക, മദ്യപിച്ച് നിർത്തണമെന്ന് ആഗ്രഹമാണ്, പക്ഷെ നടക്കുന്നില്ല, താന്നു പോവുക. ഓരോ ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുക. മദ്യപാനം പോലെ അവൻ്റെ കുടുംബം തീരുക, മക്കൾ തീരുക, എല്ലാവരും തീരുക, പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ തീരുക, താന്നു പോവുക. ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുക, ഒന്നും എത്തേണ്ട അടുത്ത് എത്താൻ പറ്റുന്നില്ല, വാതിലടഞ്ഞു പോവുക. എല്ലാം സന്തോഷമാണെന്ന് കരുതിക്കൊണ്ടാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത്, പക്ഷേ ജീവിതം തീർന്നു പോവുക. വീണ്ടും കാണാൻ പറ്റും അടുത്ത വച്ച് നമുക്കറിയാം. അതുപോലെ ചില പാപം, തടക്കദോഷങ്ങൾ, ചില ജടിക പാപങ്ങൾ വീണിട്ട് ചില മക്കൾക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ആ ബന്ധത്തിനകത്തങ്ങ് താന്നു പോവുക. ഇതെങ്ങനെ കഴിയണമെന്ന് അറിഞ്ഞുകൂടാ, ജീവിതം നശിക്കുമെന്നറിയാം. ഈ പോക്ക് പോയാൽ കുറച്ച് കഴിഞ്ഞാൽ കുടുംബം തീരുമെന്നറിയാം, മക്കൾ തീരുമെന്നറിയാം, പ്രിയപ്പെട്ടവർ തീരും, സമ്പത്തും തീരും, ആരോഗ്യം തീരും, ഭാവിയും തീരും. അവസാനം ആത്മാവും നശിച്ച് നരകത്തോട്ട് പോകുമെന്നും അറിയാം, വ്യക്തമായിട്ട്, പക്ഷെ താന്നു പോവുക. ഈ സമയത്ത് നാട്ടുകാരെല്ലാം വിളിക്കേണ്ടത് ദൈവമേ എന്ന് വിളിക്കുക. ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ ദൈവത്തോട് വിളിക്കണം, ദൈവമേ എന്നെ രക്ഷിക്കണം, ഞാനിതേ വലിയ ചെളിയിലെ പാപത്തിൻ്റെ ചെളി താന്നു പോയിക്കൊണ്ടിരിക്കുക, എന്നെ കരകയറ്റണേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വീണ്ടും വചനമുണ്ട്, ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു, ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു. അതാണ് ചിലർ ചോദിച്ചത്, കവിഞ്ഞൊഴുകുക. പ്രശ്നങ്ങൾക്ക് നമ്മുടെ കൺട്രോളിന് അപ്പുറത്തായി, നിയന്ത്രണത്തിന് അപ്പുറത്തായി.
മക്കൾ ചിലപ്പോൾ നിയന്ത്രണത്തിൽ, അപ്പം ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, സാമ്പത്തിക മേഖല നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എല്ലായിടും തകർച്ച, അത് കവിഞ്ഞൊഴുകുകയാണ്. അവൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്തുപോയി, അവനകത്തായി, പ്രശ്നത്തിനകത്തായി. ചില കേസ് കോടതി കേസാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, വ്യക്തിബന്ധങ്ങളാകാം, സാമ്പത്തിക പ്രശ്നമാകാം, ജോലി മേഖല, ഭാവിയാകാം, പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം, പ്രാർത്ഥിച്ച് വളരെ പക്ഷേ പറ്റുന്നില്ല, അതിനകത്തെല്ലാം വീണുപോയി, തകർന്നുപോയി. ഈ അവസ്ഥ നിൽക്കുമ്പോൾ നീ ദൈവമേ, യേശുവേ ജീവിക്കും ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തു ജീവിക്കും ദൈവം. അത് ഹൃദയത്തെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഉള്ളുരുകി വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പെട്ടെന്ന് തമ്പുരാൻ്റെ ഇടപെടലുണ്ടാകും. വിശ്വാസക്കുറവ് മാറ്റുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-12 വചനം നമുക്കറിയാം. അവൻ വിശ്വസിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകുക, കൃപ നൽകുക. അതാണ് അതാണ് കൃപയുടെ അഭിഷേകമാണ്. അവൻ വിശ്വസിച്ചവർക്കെല്ലാം, അവൻ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് കൊടുക്കുക, അഭിഷേകം കൊടുക്കുക. അഭിഷേകം കിട്ടും. തമ്പുരാനുണ്ട്. ഇപ്പം ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക, അല്ല ബിസിനസ് സ്ഥലത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ വിളിച്ചാൽ മതി, തമ്പുരാൻ പ്രവർത്തിക്കും. അത് ഹൃദയത്തിൽ വേണം, അല്ലാണ്ട് ബുദ്ധിയില്ല. എല്ലാം ബുദ്ധിയിലുള്ള ഒന്നും കിട്ടത്തില്ല. അതാണ് 1 കൊരിന്ത്യർ 1:18 വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ്. അത് രക്ഷയിലൂടെ ചരിക്കും നമുക്ക്. ആ ദൈവത്തിന്റെ ശക്തി, അത് പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ പവർ കിട്ടുക വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ വചനത്തിന്റെ ശക്തി അനുഭവിക്കാനും ബന്ധനം അടിക്കാനും പറ്റും. കുടുംബത്തിലെ ബന്ധനം അഴിയട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഈശോ, ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക തന്നെ ഇവിടെ ഹൃദയത്തിൽ അങ്ങ് സ്പർശിക്കണം കർത്താവേ. ഇവിടെ വേദനകൾ ഇടപെടണം കർത്താവേ. പൈശാചിക കെട്ടഴിക്കണം കർത്താവേ. ഇപ്പം തന്നെ പാപത്തിന്റെ കെട്ട് ഇവരിപ്പോൾ